ഇതാണ് ചെറിയുടെ തോട്ടം. ചെറിയെല്ലാം കളറായി വരുന്നുണ്ട്. ഒരു 10-20 ദിവസമൊക്കെ കഴിഞ്ഞാൽ പറിക്കാൻ തുടങ്ങും. ഒരു മെയ് 15-20 ആകുമ്പോഴത്തേക്കും പറിക്കാൻ തുടങ്ങും. 10-20 ദിവസം കൊണ്ട് പറിക്കാൻ തുടങ്ങും. ഈ സൈഡിൽ ഇതെല്ലാം കളറായിട്ടുണ്ട്. ഇവിടെ കളറായിട്ടില്ല. സെക്ഷനായിട്ട് കളറായി വരുള്ളായിരിക്കും. ഇതിന് മേളിൽ കണ്ടു മറ്റേ ഇത് നെറ്റ് വിരിച്ചിട്ടുണ്ട്. നമ്മുടെ കൊതുകുപോലെ പോലത്തെ നെറ്റ് വിരിച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട് മറ്റേ കാറ്റാടി എന്നോ നമ്മുടെ തോട്ടത്തിനുള്ളിൽ തന്നെ കാറ്റാടി എന്നോ. വളരെ സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ചെറി. മറ്റുള്ളതല്ല, ഇത് നല്ല ചുവന്ന, നല്ല കട്ടും ചുവന്ന കളറൊക്കെ ഉള്ളതായതുകൊണ്ട് നല്ല എടുത്ത് കാണിക്കും. മറ്റുള്ള കായകളൊക്കെ ഈ കപ്പിനിടയ്ക്ക് നിന്ന് കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്കിവിടെ ഇതേ ഉള്ളൂ, റെഡേ ഉള്ളൂ. മറ്റേ വേറെ അപ്പുറമൊക്കെ പുറത്തില് മറ്റേ ഇതുണ്ട്, ബ്ലൂബെറി ഉണ്ട്. ചെറിയ ബ്ലൂബെറി മറ്റേ ഐറ്റം പെട്ട ഒരുപാട് ഐറ്റം വേറെ സാധനമുണ്ട്. നമ്മുടെ മൾബറി ഉണ്ട്. പക്ഷെ നമുക്ക് അതൊന്നുമില്ല. നമുക്കിത് മുഴുവൻ ഇത് തോട്ടം, ഇത് നെറ്റ് വെച്ചേക്കുന്നത്, ഇത് ഈ കാണുന്ന തോട്ടം മുഴുവൻ ചെറിയുടെ തോട്ടമാണ്. ഇതൊന്നുമല്ല കേട്ടോ, കുറെ കൂടെ വലിപ്പമെല്ലാം വെക്കും. ഇത് ഞങ്ങൾ ചെറിയെല്ലാം പറിച്ച് കഴിയുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഈ കമ്പെല്ലാം വെട്ടി കളഞ്ഞിട്ട് വീണ്ടും മറ്റേ കമ്പിങ്ങനെ ഇതുണ്ട്, ഇതിൻ്റെ അറ്റം വെട്ടി നിർത്തിയിടണം. കുറച്ച് കമ്പേ നിർത്തുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഇങ്ങനെ ഈ കമ്പൽ ആവും. പിന്നെ അടുത്ത വർഷം ഇത് പിന്നെയും കളയും. എന്ന് പറഞ്ഞാൽ ഇലയൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. മറ്റേ കമ്പെല്ലാം കളഞ്ഞത് പറിച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് 6 മാസം ഫ്രൂട്ട്സിൻ്റെ പിക്കിങ്ങും പിന്നെ 6 മാസം ബാക്കിയുള്ള വർക്കുകളുമാണ്. പറിക്കാൻ തുടങ്ങിയ 6 മാസം കിട്ടും. 6 മാസം ബാക്കിയുള്ള ഇത് കവാത്തിങ്, ഇത് മറ്റേ വള്ളിയെ കമ്പൊക്കെ പിടിച്ച് കെട്ടല്. ആ സമയത്ത് വേറെ എൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കേ, ഇത് പൂവിട്ട് വരുന്നതേ ഉള്ളൂ. അതാണ് എൻ്റെ വ്യത്യാസം. ഇത് പൂവിട്ട് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തെ ലൈനിൽ നോക്കിക്കേ, ചെറിയ രീതിയിൽ കായ ആയിട്ടുണ്ട്. പച്ച കായ ആയിട്ടുണ്ട്. കാണാമോ? ഉണ്ടോ? പച്ച കായ ആയിട്ടുണ്ട്. ഈ ലൈനിലാണെങ്കിൽ കായ്ച്ചിട്ടില്ല. ഈ ലൈനിൽ കായ്ച്ച് വരാനാകുന്നേ ഉള്ളൂ. പക്ഷെ ഈ ലൈനിൽ പഴുത്ത് തുടങ്ങി. അതിങ്ങനെ ഓരോ സെക്ഷനായിട്ടേ ആവുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലൊക്കെ മാവിനൊക്കെ ഈ മാവ് പൂക്കാനായിട്ടൊക്കെ മറ്റേ സ്പ്രേയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലേ. എന്ന് പറഞ്ഞാൽ ഇതിനും മറ്റേ പൂവിടാനും പൂക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരേപോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നഷ്ടപ്പെട്ട് പോകത്തില്ല. അതെല്ലാ ഫ്രൂട്ട്സും അങ്ങനെ നിൽക്കുന്നത്. പറിക്കുന്ന സമയത്ത് 10-100 പേരോളം ഉണ്ടാവും പറിക്കാനായിട്ട്. ഈ ഫ്രീയെന്നൊക്കെ ആൾക്കാർ വരും. പറിക്കുന്ന സമയത്ത് ഫ്രീയെന്ന് അമ്മമാരും മറ്റേ കുട്ടികളും എല്ലാവരും ആയിട്ട് വരും. അവർ രാവിലെ 6 മണിക്ക് വരും, 11:30 വരെ പണിയെടുക്കും. അത് കഴിയുമ്പോൾ അത് തിരിച്ചു പോകും. ഈ ലൈനിലേക്ക് നമുക്ക് ഈ ലൈനിലായിട്ടില്ല. നോക്കാം. മറ്റേ ഫാൻ കിടന്ന് കറങ്ങണം. 100 കണക്കിന് ഫാൻ. അത് കഴിഞ്ഞ കാണിച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ ഇതിൽ അത് കാണാം. ഇവിടെ ഇഷ്ടംപോലെ കാലിഫോർണിയ നിൽക്കണം കേട്ടോ. അങ്ങനെ പിടിക്കാൻ പറ്റില്ല, പിടിച്ചാൽ അപ്പം കേസാണ്, കയറ്റി വിടും. കൂടുതലായിട്ട് ഇടയ്ക്ക് ഇതിലെ മരത്തിന്മേൽ മാത്രം പൂത്ത് വെച്ചിട്ടുണ്ട്. ഇത് തൈ മരമാണ്, ഇല്ല ഇത് പോയ തൈ വെച്ചതാണിത്, പുതിയ തൈ വെച്ച ഇതൊക്കെ. ഇത് മറ്റേ പഴയ മുറിച്ച് വിട്ടിട്ട് പഴയ തൈയ്യിൽ മുറിച്ചിട്ട് അല്ലെങ്കിൽ വണ്ടി ഇത് അദ്ദേഹത്തിന് പിറ്റത്തിന് പിടിപ്പിച്ച് വെക്കുന്നുമുണ്ട്. അവിടെ ഒരു മരത്തിൽ മാത്രമുണ്ട് കുറച്ച് കായ്ച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. ആ മരത്തിൽ മാത്രം കുറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെറുത്തോട്ടം. ഒരുപാട് ഉണ്ടാവില്ല കേട്ടോ. മൈസൂർ ചെറുത്തോട്ടം വാഴക്കായിട്ട് ഒരു 10 ഏക്കർ ആ റേഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഞങ്ങളുടെ കേട്ടോ, ഇത് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അതിലാണ്, അതിൽ വേലി കെട്ടിയേക്കുന്നതാണിത്. പക്ഷേ ഇതിൻ്റെ ഇപ്പുറം കാണുന്നത് മുഴുവൻ ഇതാണ്, കാരണം മുഴുവൻ ഇത് മുന്തിരിയാണ്. ഇത് കാണാം, മുന്തിരിത്തോട്ടമാണ് മൊത്തം അങ്ങോട്ട് കാണുന്ന മുഴുവൻ മുന്തിരിത്തോട്ടമാണ്. അവിടെ ആ നെറ്റിട്ട് മൂടിയേക്കുന്നത് നമ്മുടെ തോട്ടമാണ്. അപ്പുറം ഒരു ഈ നെറ്റ് കൊതുകർ പോലത്തെ അതുണ്ടോ, അത് നമ്മുടെ തോട്ടമാണ്. അത് കിവിയുടെ തോട്ടമാണ്. അവിടെ നെറ്റിട്ട് മൂടിയത്, അതിൻ്റെ പുറകിൽ വേറൊരു തോട്ടം, അതാണ് കാണുന്നത്. ഇതൊക്കെ നമ്മുടെ തോട്ടമാണ്. നെറ്റിട്ട് വരുന്നത് ഇത് മൊത്തം മുന്തിരിയുടെ തോട്ടമാണ്. മുന്തിരിത്തോട്ടം കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് കാണുന്നത് ശ്രീയാണ്. കുറച്ച് ലോങ്ങിൽ അവിടെ കാണുന്നൊരു ബിൽഡിങ്, അത് ഞങ്ങളുടെ ഇവിടുത്തെ വർക്ക്ഷോപ്പാണ്. എന്നിട്ട് ആ വച്ചിരിക്കുന്നത് മുഴുവൻ ഇത് ചെറി പറിക്കാൻ വേണ്ടിയിട്ട് ബോക്സ് കൊണ്ട് ഇറക്കിയേക്കുന്നതാണ്. ഫാനിറങ്ങി 100 കണക്കിനാണ് ഈ പ്രദേശം മുഴുവൻ, 100 കണക്കിന് കാറ്റാടി യന്ത്രമാണ്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളെ ചെറുപ്പഴം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്.